ഹരി ഓം. SPYSS മലയാളം ഓൺലൈൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നാരായണീയ പഠനം ഇന്ന് 94-ാം ദശകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 104-ാം ദിവസമാണിന്ന്. തത്വജ്ഞാനോൽപത്തി എന്ന ദശകമാണ് ഇന്ന് നമ്മളിവിടെ അധ്യയനം നടത്തുന്നത്. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചെല്ലുന്നത് നമുക്ക് സുപരിചിതയായ വസുമതിയൊക്കെയാണ്. ഗൈഡൻസ് 1 മുതൽ 5 വരെ ശ്ലോകങ്ങൾ ഗംഗാറാക്കയും അതേപോലെ 6 മുതൽ 10 വരെ യശോദാദേവിയൊക്കെയും ആണ്. യശോദാദേവി നമുക്ക് ഇതിൽ പുതിയ ആളാണ്, അല്ലാതെ പരിചയസമ്പന്നയാണ്. പിന്നെ ഇന്ന് റെപ്പറ്റീഷൻ ചെയ്യുന്നത് 1 മുതൽ 3 വരെ പ്രേമലതാക്ക, 4, 5 ഓമന സീക്കിയക്ക, 6 മുതൽ 8 വരെ ജയശ്രീ ബി അക്ക, 9 മുതൽ 10 വരെ രാജലക്ഷ്മി അക്ക. ഇവരാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ ഇന്നത്തേത് രത്നവല്ലിയൊക്കെയാണ്. ബായ്ക്കപ്പിൽ പ്രീജിതക്കയുമുണ്ട്. ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ യോഗബന്ധുക്കളെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ധ്യാന ശ്ലോകത്തിനായി വസുമതിയൊക്കെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം വസുമതിയക്ക. ഹരി ഓം. ഓം നമോ നാരായണായ. ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വദാലയേശമനിശം ഹൃദി ഭാവയാമി. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ശ്രീമഹാഗണപതിയേ നമഃ. വർഷാബ്ദിസാരമയ ഭാഗവതാഖ്യതജ്ഞോ നാരായണീയ നവനീയ മഹോ ഗൃഹീത്വം മായാമയൗഘ പരിതപ്തജനായ യോഗാത് നാരായണോ അവനിസുരായ നമോസ്തു തസ്മൈ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വത്യേ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം വസുമതിയക്ക, നന്നായിരുന്നു. അടുത്തതായി ഗൈഡൻസിനായി 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളുടെ ചാൻഡിങ് ഗൈഡൻസിനായി ഗംഗാറാക്കയെയും 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങൾ ആവർത്തിച്ച് ചൊല്ലാൻ പ്രേമലതയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ദശകം 94 തത്വജ്ഞാനോത്പത്തി. ശുദ്ധ നിഷ്കാമത പദച്ഛേദം. 1-ാം ശ്ലോകം. ശുദ്ധ നിഷ്കാമധർമ്മൈ പ്രവര ഗുരുഗിര തത്സ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയാ ദിവ്യഭഗതം അഖിലവ്യാപ്തം പരം തത് സ്വരൂപം ആവേദയന്തേ. നാനാത്വസ്ഥൈല്യകർഷാദി തു ഗണജ വപുസ്സംഗ അധ്യാസിതം ദാരുപ്രഭേദേഷു വന്നേ മഹദനുദാദീപ്ത ശാന്തിദാദി. ഇനി ആ ശ്ലോകം നോക്കാം. ശുദ്ധാ നിഷ്കാമധർമ്മൈ പ്രവര ഗുരുഗിര തത്സ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയാ ദിവ്യവദകമഖില വ്യാപ്തമാവേദയന്തേ. ശുദ്ധ നിഷ്കാമധർമ്മൈഃ പ്രവര ഗുരുഗിരാ തൽസ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയാദി വ്യപഗത അഖില വ്യാപ്തമാവേദയന്തേ. നാനാത്വാ സ്ഥൗല്യ കാശ്യാദിതു ഗണജവപുസംഗതോധ്യാസിതം തേ വന്നേർ ദാരുപ്രഭേ ദ്വേഷുവ മഹദനുദാ ദീപ്ത ശാന്താദിദാദി. നാനാത്വസ്ഥൈലകാർഷ്യാദിതു ഗുണജവപുസംഘതോ അധ്യാസിതം തേ വഗ്നേർധാരുപ്രഭേദ്യേഷിവ
മഹദണുതാ ദീപ്തതാ ശാന്തതാദി. ശുദ്ധാ നിഷ്കാമധർമ്മേ പ്രവര ഗുരുഗിരാ തത്സ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയാ ദിവ്യപദമഖില വ്യാപ്തമാവേദയന്തേ നാനാത്വസ്ഥൈല്യകാർഷ്യാദിദു ഗണജഭൂപുസംഗതോധ്യാസിതം തേ വന്നേർദാരുപ്രഭേദേ ശിവ മഹദനുദാ ദീപ്തശാന്താദിദാദി. ശുദ്ധ നിഷ്കാമധർമ്മേ പ്രവര ഗുരുഗിരാ തൽസ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയാദിവ്യപഗത അഖില വ്യാപ്തമാവേദയന്തേ നാനാത്വസ്ഥൈലകാർഷ്യാദിതു ഗുണജവപു സംഗതോ അധ്യാസിതം തേ പത്നീർധാരുപ്രവേദേ ശിവ മഹദനുദാ ദീപ്തദാ ശാന്തദാദി. രണ്ടാമത്തെ ശ്ലോകം പദച്ഛേദം. ആചാരാഖ്യാധരസ്തരാണി സമനുമിളശിഷ്യ രൂപോത്തരാരണ്യ വേദോദ്ഭാസിതേന സ്ഫുടതര അല്ല പരിബോധാ. കേട്ടോ, അല്ല പ്രേമലതക്കയുടെ ഒന്നുകൂടെ കേൾക്കണം അത്രയും ഭാഗം. അത് കഴിഞ്ഞ് ഓ, എന്താ പാടിയല്ലോ അക്ക? അത് കേട്ടോ സുനീനക്ക? കേട്ടു എന്നാ കേട്ടു. ചെല്ലു. ഞാൻ കേട്ടു അക്ക, കേട്ടു. കർമാണി വാസനാതത്കൃത ദഹ്യമാനേ ദാഹ്യഭാവേന വിദ്യാശിഖിനിജ വിരദേ അവസ്ഥാ ത്വന്മയി ഖല്ലു അവസ്ഥാ. ശ്ലോകം നോക്കാം. ആചാരാഖ്യാധരസ്ഥാരണി സമനുമിളക്ഷിഷ്യ രൂപോത്തരാരണ്യാ വേദോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിനാ ദഹ്യമാനേ. ആചാരാഖ്യ അധരസ്ഥാരണി സമനുമിള ശിഷ്യരൂപോത്തരാരൻ ആവേദോദ്ഭാസിതേന സ്ഫുടതര പരിബോധാദിജ്ഞ ദഹ്യമാനേ. മാളിവാസനാതത്കൃതനുഭവന ഭ്രാന്തികാന്താരപൂരേ ദാഹ്യഭാവേന വിദ്യാശിഖിനിജ വിരദേ ത്വന്മയി ഖല്ലു അവസ്ഥാ. കർമാളി വാസനാ തത്കൃതതനു ഭുവന ഭ്രാന്തി കാന്താരപൂരേ ദാഹ്യാ ഭാവേന വിദ്യാ ശിഖിനി ച വിരതേ ത്വന്മയീ ഖൽവവസ്ഥാ. ആചാരാഖ്യാധരസ്തരാണി സമനുമിളച്ഛിഷ്യ രൂപോത്തരാരണ്യാ വേദോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിനാ ദഹ്യമാനേ. കർമാണി വാസനാ തത്കൃതതനുഭുവന ഭ്രാന്തി കാന്താരപൂരേ ദാഹ്യഭാവേന വിദ്യാശിഖിനിജ വിരദേ ത്വന്മയി ഖല്ലു അവസ്ഥാ. ആചാരാഖ്യ അധരസ്ഥാരണി സമനുമിള ശിഷ്യരൂപോത്തരാരൻ ആവേദോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിനാ ദഹ്യമാനേ. കർമാളി വാസന തത്കൃതതനു ഭുവന ഭ്രാന്തി കാന്താരപൂരേ ദാഹ്യാ ഭാവേന വിദ്യാ ശിഖിനി ച വിരതേ ത്വന്മയീ ഖൽവവസ്ഥാ. മൂന്നാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. ഏവം ത്വത്പ്രാപ്തിത അന്യ നിഖില ക്ലേശഹാനി ഉപായ നഹി ഖലു തേ അഗദാ ഷഡ്ഗുണ്യ ഷഡ്കർമ്മയോഗ കൃഷിവത് ഏകാന്താത്യന്തികാന നിഗമപദ ദുർവൈകല്യ അകല്യ അപി തദ്ഫലാനി അവാപ്ത അവിമത്താം ത്വാം വിസ്മരന്താം പദനേ പ്രസജതി അനന്താൻ വിഷാദാൻ. ശ്ലോകം നോക്കാം. ഏവം ത്വത്പ്രാപ്തിതോന്യ നഹി ഖലു നിഖില ക്ലേശഹാനേരുപായോ നൈകാന്താത്യന്തികസ്തേ കൃഷിവദഗത ഷഡ്ഗുണ്യ ഷഡ്കർമ്മയോഗാം. ഏവം ത്വത്പ്രാപ്തിതോന്യോ നഹി ഖലു നിഖില ക്ലേശഹാനേരുപായോ നൈകാന്ത ആത്യന്തികാസ്തേ കൃഷിവത് അഗത ഷഡ്ഗുണ്യ ഷഡ്കർമ്മയോഗാ. വൈകല്യൈരകല്യ ദുർവൈകല്യാരകല്യ അഭിനിഗമപദാസ്തദ്ഫലാന്യപ്യവാത്ത മത്താസ്ത്വാം വിസ്മരന്ത പ്രസദതി പദനേ യാന്ത്യനന്താൻ വിഷാദാൻ. ദുർവൈകല്യൈ അകല്യ അഭിനിഗമ പദാസ്തത്ഫലാന്യപ്യവാപ്ത
മത്താസ്ത്വാം വിസ്മരന്തഃ പ്രസജതി പതനേ യാന്ത്യനന്ദാൻ വിഷാദാൻ. एवं त्वत्प्राप्तितोऽन्यो न हि खलु निखिल क्लेशहानेरुपायो नैकान्तात्यन्तिकस्ते कृषिवदगतषड्गुण्य षट्कर्मयोगा दुर्वैकल्योरगल्य अभिनिगमपदास्तद्फलान्यप्यवाप्ता मत्तास्त्वां विस्मरन्त प्रसजति पतने अन्त्यनन्दान् विषादान्. ഏവം ത്വത്പ്രാപ്തിതോന്യോ നഹി ഖലു നിഖില ക്ലേശഹാനേരുപായോ നൈകാന്ത ആത്യന്തികാസ്തേ കൃഷിവത് അഗത ഷഡ്ഗുണ്യ ഷട്കർമ്മയോഗാ ദുർവൈകല്യേ അകല്യ അഭിനിഗമ പദാസ്തസ്ഫലാന്യവാപ്ത മത്വാസ്താം വിസ്മരന്തഃ പ്രസജതി പദനേ യാന്ത്യനന്ദാൻ വിഷാദാൻ. അടുത്ത ശ്ലോകം നോക്കാം. ത്വല്ലോക അന്യലോക ഭയരഹിത ക്വനുയത് പത്മഭൂ പരാർത്ഥദ്വയാന്തേ ത്വദ്ഭീത സത്യലോകേ അഭിന സുഖവസതി പത്മഭൂ പത്മനാഭ. ഏവം ഭാവേ അധർമാർജിത ബഹുതമസാം നരകാണാം തു കഥാഗ കൃപാണബന്ധോ കൃപാ പൂരസിന്ധോ തന്മേത്വം ചിന്തിബന്ധം വരദ കൃപണബന്ധോ കൃപാപൂരസിന്ധോ. ശ്ലോകം നോക്കാം. ത്വല്ലേകാദന്യലോകക്വനുഭയരഹിതോ യത്പരാർത്ഥദ്വയാന്തേ ത്വദ്ഭീത സത്യലോകേ വിനസുഖവസതി പത്മഭൂ പത്മനാഭാം. ത്വല്ലോകാദന്യലോക ക്വനുഭൈരഹിതോ യത്പരാർത്ഥദ്വയാന്തേ ത്വത്പ്രീത സത്യലോകേ വിന സുഖവസതി പത്മഭൂ പത്മനാഭ. ഏവം ഭാവേ ധർമാർജിത ബഹുതമസാംഗ കഥാനാരകാണാം തന്മേ ത്വം ഛിന്തി ബന്ധം വരദ കൃപണബന്ധോ കൃപാപൂരസിന്ധോ. ഏവം ഭാവേപ്യം ധർമാർജിത ബഹുതമസാം കഥാനാരകാണാം തന്മേ ത്വം ചിന്തി ബന്ധം വരദ കൃപണബന്ധോ കൃപാപൂരസിന്ധോ. ത്വല്ലോകാദന്യലോകക്വനുഭയരഹിതോ യത്പരാർത്ഥാദ്വയാന്തേ ത്വദ്ഭീതാ സത്യലോകേ വിന സുഖവസതി പത്മഭൂ പത്മനാഭ. ഏവം ഭാവേ ധർമാർജിത ബഹുതമസാംഗ കഥാനാരകാണാം തന്മേ ത്വം ചിന്തി ബന്ധം വരദ കൃപണബന്ധോ കൃപാപൂരസിന്ധോ. ത്വല്ലോകാദന്യലോക ക്വനുഭൈരഹിതോ യത്പരാർത്ഥദ്വയാന്തേ ത്വത്പ്രീത സത്യലോകേ ബീന സുഖവസതി പത്മഭൂ പത്മനാഭ. ഏവം ഭാവേഭ്യ ധർമാർജിത ബഹുതമസാം കഥാനാരകാണാം ത്വന്മേ ത്വം ചിന്തി ബന്ധം വരദ കൃപണബന്ധോ കൃപാപൂരസിന്ധോ. അഞ്ചാമത്തെ ശ്ലോകം നോക്കാം. യാഥാർത്ഥ്യാത്വന്മയസ്യ ഏവ ഹി മമ വസ്തുത ബന്ധമോക്ഷൗ തൗ തൂ തവ മായവിദ്യാതനുഭ്യാം വിരചിതൗ സ്വപ്നബോധോപമൗ തൗ ബദ്ധേ ജീവദ്വിമുക്തിം ഗതവതി ച താവത് താവതീഭീത ഏക ദേഹദ്രുമസ്ത വിഷയബലരസാൻ ഭുങ്ക്തേ നാപരോ നിർവ്യഥാത്മാ. ശ്ലോകം നോക്കാം. യാഥാർത്ഥ്യാത്വന്മയസ്യൈവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോക്ഷൗ മായാവിദ്യാതനുഭ്യാം തവതു വിരചിതൗ സ്വപ്നബോധൗപമൗ തൗ. യാഥാർത്ഥ്യാത്വന്മയസ്യൈവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോക്ഷൗ മായാവിദ്യാധനുഭ്യാം തവതു വിരചിതൗ സ്വപ്നബോധോപമൗ തൗ. ബദ്ധേ ജീവദ്വിമുക്തിം ഗതവതി ജബിതാ താവതി താവദേകോ ഭുങ്ക്തേ ദേഹദ്രുമസ്തോ വിഷയഫലരസാൻ നാപരോ നിർവ്യഥാത്മാ. ബദ്ധേ ജീവദ്വിമുക്തിം ഗതവതി ജിഹിതാ താവതി താവദേകോ ഭുങ്ക്തേ ദേഹദ്രുമസ്തോ വിഷയഫലരസാൻ നാപരോ നിർവ്യഥാത്മാ.
യാഥാർത്ഥ്യാത്വന്മയസ്യൈവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോക്ഷൗ മായാവിദ്യാതനുഭ്യാം തവതു വിരചിതൗ സ്വപ്നബോധോപമൗ തൗ ബദ്ധേ ജീവദ്വിമുക്തിം ഗതവതി ച പിതാ താവതീ താവദേകോ ഭുങ്ക്തേ ദേഹദ്രുമസ്ഥോ വിഷയബലരസാന്നപരോ നിർവ്യഥാത്മാ. യാഥാർത്ഥ്യാത്വന്മയസ്യൈവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോക്ഷൗ മായാവിദ്യാതനുഭ്യാം തപതു വിരചിതൗ സ്വപ്നബോധോപമൗ തൗ ബദ്ധേ ജീവഗ്നിമുക്തിം ഗതവതി ച പിതാ താവതീ താവദേകോ ഭുങ്ക്തേ ദേഹദ്രുമസ്ഥോ വിഷയബലരസാൻ നാപരോ നിർവ്യഥാത്മാ. ഹരി ഓം. അടുത്തതായി 6 മുതൽ 10 വരെ ശ്ലോകങ്ങളുടെ ഗൈഡൻസിനായി യശോദാ ദേവിയൊക്കെയും അതിന്റെ റെപ്പറ്റീഷന് വേണ്ടി ജയശ്രീയൊക്കെയും ക്ഷണിക്കുന്നു. ഹരി. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ജീവൻ മുക്തത്വം ഏവം വിധം ഇതി വജസ കിം ഫലം ദൂരദൂരെ തന്നാമ അശുദ്ധ ബുദ്ധേഹേ ന ച ലഘു മനസഃ ശോധനം ഭക്തിതഃ അന്യത് തത് മേ വിഷ്ണു ഋഷിഷ്ടാഃ ത്വയി കൃതസകല പ്രാർപ്പണം ഭക്തിഭാരം യേന സ്യാം മഞ്ജു കിഞ്ചിത് ഗുരുവചനമിള ത്വത്പ്രബോധ ത്വത് ആത്മ. ഈ ശ്ലോകത്തിന്റെ ആദ്യത്തെ 2 വരി. ജീവൻ മുക്തത്വമേവം വിധമിതി വചസാകിം ഫലം ദൂരദൂരേ തന്നാമാശുദ്ധ ബുദ്ധേന ജലഘു മനസഃ ശോധനം ഭക്തിതോന്യത്. ജീവൻ മുക്തത്വമേവം വിധമിതി വചസാ കിം ഫലം ദൂരദൂരേ തന്നാമാശുദ്ധ ബുദ്ധേർന ച ലഘു മനസഃ ശോധനം ഭക്തിതോന്യത്. അടുത്ത 2 നോക്കാം. തന്മേ വിഷ്ണു കൃഷിഷ്ടാസ്ത്വയി കൃതസകല പ്രാർപ്പണം ഭക്തിഭാരം യേന സ്യാമഞ്ജു കിഞ്ചിത് ഗുരുവചനമിള ത്വത്പ്രബോധത്വദാത്മാ. തന്മേ വിഷ്ണു കൃഷിഷ്ടാസ്ത്വയി കൃതസകല പ്രാർപ്പണം ഭക്തിഭാരം യേന സ്യാമംശു കിഞ്ചിത് ഗുരുവചനമിള ത്വത്പ്രബോധസ്ത്വദാത്മാ. നമുക്ക് ആ ശ്ലോകം മുഴുവനോടെ ഒന്ന് നോക്കാം. ജീവൻ മുക്തത്വമേവം വിധമിതി വചസാകിം ഫലം ദൂരദൂരേ തന്നാമാശുദ്ധ ബുദ്ധേന ജലഘു മനസഃ ശോധനം ഭക്തിതോന്യത് തന്മേ വിഷ്ണു കൃഷിഷ്ടാ ത്വയി കൃതസകല പ്രാർപ്പണം ഭക്തിഭാരം യേന സ്യാമഞ്ജു കിഞ്ചിത് ഗുരുവചനമിള ത്വത്പ്രബോധത്വദാത്മാ. ജീവൻ മുക്തത്വമേവം വിധമിതി വചസാ കിം ഫലം ദൂരദൂരേ തന്നാമാശുദ്ധ ബുദ്ധേർന ച ലഘു മനസഃ ശോധനം ഭക്തിതോന്യത് തന്മേ വിഷ്ണു കൃഷിഷ്ടാസ്ത്വയി കൃതസകല പ്രാർപ്പണം ഭക്തിഭാരം യേന സ്യാമംശു കിഞ്ചിത് ഗുരുവചനമിള ത്വത്പ്രബോധസ്ത്വദാത്മാ. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. പദച്ഛേദം. ശബ്ദബ്രഹ്മണി അഭി ഇഹ പ്രയതിത മനസഃ ത്വാം ന ജാനന്തി കേചിത് കഷ്ടം വന്ദ്യശ്രമാഃ തേ ചിരതരം ഇഹ ഗാം ബിഭ്രതേ നിഷ്പ്രസൂതിം യസ്യാം വിശ്വാഭിരാമാഃ സകല മലഹരാ ദിവ്യലീലാവതാര സത് ചിത് സാന്ദ്രം ച രൂപം തവ ന നിഗദിതം താം ന വാചം പ്രിയാസം. ആദ്യത്തെ 2 നോക്കാം. ശബ്ദബ്രഹ്മണ്യപീഹ പ്രയതിത മനസസ്ത്വാം ന ജാനന്തി കേചിത് കഷ്ടം വന്ദ്യശ്രമാസ്തേ ചിരതരമിഹ ഗാം ബിഭ്രതേ നിഷ്പ്രസൂതിം. ശബ്ദബ്രഹ്മണ്യപീഹ പ്രയതിത മനസസ്ത്വാം ന ജാനന്തി കേചിത് കഷ്ടം വന്ദ്യശ്രമാസ്തേ ചിരതരമിഹ ഗാം ബിഭ്രതേ നിഷ്പ്രസൂതിം. യസ്യാം വിശ്വാഭിരാമാ സകലമലഹരാ ദിവ്യലീലാവതാര
സച്ചിത്സാന്ദ്രം ച രൂപം ധവന നിഗദിതം സാമ്യവാചം പ്രിയാസം. യസ്യാം വിശ്വാഭിരാമ സകലമലഹരാ ദിവ്യലീലാവതാര സച്ചിത്സാന്ദ്രം ച രൂപം തവന നിഗദിതം താമ്യവാചം പ്രിയാസം. ശ്ലോകം മുഴുവനോടെ. ശബ്ദബ്രഹ്മണ്യപീഹ പ്രയതിത മനസാസ്ത്വാം ന ജാനന്തി കേചിത് കഷ്ടം വന്ദ്യശ്രമാസ്തേ ചിരതരമികാം വിപ്രദേ നിഷ്പ്രസൂതിം. യസ്യാം വിശ്വാഭിരാമാ സകലമലഹരാ ദിവ്യലീലാവതാര സച്ചിത്സാന്ദ്രം ച രൂപം ധവന നിഗദിതം താമ്യവാചം പ്രിയാസം. ശബ്ദബ്രഹ്മണ്യപീഹ പ്രയതിത മനസസ്ത്വാം ന ജാനന്തി കേചിത് കഷ്ടം വന്ധ്യശ്രമാസ്തേ ചിരതരമിഹ ഗാം ബിഭ്രദേ നിഷ്പ്രസൂതിം. യസ്യാം വിശ്വാഭിരാമ സകലമലഹരാ ദിവ്യലീലാവതാര സച്ചിത്സാന്ദ്രം ച രൂപം ധവന നിഗദിതം താമ്യവാചം പ്രിയാസം. എട്ടാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. യഹ യാവാൻ യാദൃശഃ വാ ത്വം ഇതി കിമപി ന ഏവ അവഗച്ഛാമി ഭൂമൻ ഏവം ച അനന്യഭാവഃ ത്വദനുഭജനമേ ആദ്രിയേ ചൈത്യവൈരിൻ ത്വദ് ലിംഗാനാം ത്വദംഘ്രിപ്രിയജനസദസാം ദർശന സ്പർശനാദിഃ ഭൂയാത് മേ ത്വത് പ്രപൂജാ നദി നുതി ഗുണ കർമ്മ ആനുകൃത്യാദര അഭിഃ. ആദ്യത്തെ രണ്ട് ലൈൻ. യോ യാവാൻ യാദൃശോ വാ ത്വമിതി കിമപി നൈവാവഗച്ഛാമി ഭൂമൻ ഏവം ജാനന്യഭാവാത് ത്വദനുഭജനമേവാദ്യേ ചൈത്യവൈരിൻ. യോ യാവാൻ യാദൃശോ വാ ത്വമിതി കിമപി നൈവാവഗച്ഛാമി ഭൂമൻ ഏവാഞ്ചനന്യഭാവസ്ത്വദനുഭജനമേവാദ്രിയേ ചൈത്യവൈരിൻ. അടുത്ത രണ്ട് ലൈൻ. ലിംഗാനാം സ്വതംഗ്രി പ്രിയജന സദസാം ദർശന സ്പർശനാദിഃ ഭൂയാന്മേ ത്വത്പ്രപൂജാനദിനുതി ഗുണകർമാനുകീർത്യാദരോപി. ലിംഗാനാം തദംഗ്രി പ്രിയജന സദസാം ദർശന സ്പർശനാദിഃ ഭൂയാത്മേ ത്വത്പ്രപൂജാനദിനുതി ഗുണകർമാനുകീർത്യാദരോപി. ശ്ലോകം മുഴുവനോടെ ഒന്ന് നോക്കാം. യോ യാവാൻ യാദൃശോ വാ ത്വമിതി കിമപി നൈവാവഗച്ഛാമി ഭൂമൻ ഏവം ജാനന്യഭാവാത് ത്വദനുഭജനമേവാദ്രിയേ ചൈത്യവൈരിൻ ലിംഗാനാം ത്വദംഗ്രി പ്രിയജന സദസാം ദർശന സ്പർശനാദിർ ഭൂയാന്മേ ത്വത്പ്രപൂജാനദിനുതി ഗുണകർമാനുകീർത്യാദരോപി. യോ യാവാൻ യാദൃശോ വാ ത്വമിതി കിമപി നൈവാവഗച്ഛാമി ഭൂമൻ ഏവം ച അനന്യഭാവസ്ത്വദനുഭജനമേവാദ്രിയേ ചൈത്യവൈരിൻ ലിംഗാനാം തദംഘ്രി പ്രിയജന സദസാം ദർശന സ്പർശനാദിഃ ഭൂയാത്മേ ത്വത്പ്രപൂജാനദിനുതി ഗുണകർമാനുകീർത്യാദരോപി. അടുത്ത ശ്ലോകം നോക്കാം. യത് യത് ലഭ്യത തത് തത് തവ സമുപഹൃതം ദേവ ദാസഃ അസ്മി തേ അഹം ത്വത് ദേഹ ഉന്മാർജനാദ്യം ഭവതു മമ മുഹുഃ കർമ്മ നിർമായം ഏവ. സൂര്യ അഗ്നി ബ്രാഹ്മണ ആത്മാദിഷു ലസിത ചതുർബാഹും ആരാധയേ വാം ത്വത് പ്രേമാർദ്രത്വരൂപോ മമ സതതം അഭിഷ്യന്തതാം ഭക്തിയോഗഃ. ആദ്യത്തെ രണ്ടിലെ യദ്യല്ലഭ്യേത തത്തവ സമുപഹൃതം ദേവദാസോസ്മി ദേഹം
त्वद्गेहोन्मार्जनाद्यं भवतु मम मुहुः कर्म निर्मायमेव यद्यल्लभ्येत तत्तव समुपहृतं देवदास्मोऽस्मि तेऽहं त्वद्गेहोन्मार्जनाद्यं भवतु मम मुहुः कर्म निर्मायमेव सूर्याग्निब्राह्मणात्मादिषु लसितचतुर्बाहुमाराधये त्वाम् त्वत्प्रेमार्द्रत्वरूपो मम सततमभिष्यन्ददां भक्तियोगः सूर्याग्निब्राह्मणात्मादिषु लसितचतुर्बाहुमाराधये त्वां त्वत्प्रेमार्द्रत्वरूपो मम सततमभिष्यन्ददां भक्तियोगः ശ്ലോകം മുഴുവനോടെ നോക്കാം. യദ്യല്ലഭ്യേത തവ സമുപകൃതം ദേവദാസോസ്മി ദേഹം ത്വദ്ഗേഹോന്മാർജനാദ്യം ഭവതു മമ മുഹുഃ കർമ്മ നിർമായമേവ സൂര്യാഗ്നിബ്രാഹ്മണാത്മാദിഷു ലസിതചതുർബാഹുമാരാധയേ ത്വാം त्वत्प्रेमार्द्रत्वरूपो मम सततमभिष्यन्ददां भक्तियोगः यद्यल्लभ्येत तत्तव समुपहृतं देवदासोऽस्मि तेऽहं त्वद्गेहोन्मार्जनाद्यं भवतु मम मुहुः कर्म निर्मायमेव सूर्याग्निब्राह्मणात्मादिषु लसितचतुर्बाहुमाराधये त्वां त्वत्प्रेमार्द्रत्वरूपो मम सततमभिष्यन्ददां भक्तियोगः അവസാനത്തെ ശ്ലോകം നോക്കാം. പദച്ഛേദം. ഐക്യം തേ ദാന ഹോമ വ്രത നിയമ തപഃ സാഖ്യയോഗൈഃ ദുരാപം ത്വത് സംഗേന ഏവ ഗോപ്യഃ കില സുഹൃദിതമാഃ പ്രാപുഃ ആനന്ദസാന്ദ്രം ഭക്തേഷു അന്വേഷു ഭൂയസ്സു അഭി ബഹുമനുഷേ ഭക്തിം ഏവ ത്വം ആസാം തദ് മേ ത്വദ് ഭക്തിം ഏവ ദൃഢയ ഹര ഗദാൻ കൃഷ്ണ വാദാലയേശ ഐക്യം തേ ദാനഹോമാവൃത നിയമതപസ്സാംഖ്യയോഗൈർദുരാപം ത്വൽസംഗേനൈവ ഗോപ്യ കില സുഹൃതമാ പ്രാപുരാനന്ദസാന്ദ്രം ഐക്യം തേ ദാനഹോമവ്രത നിയമ തപസ്സാഖ്യയോഗൈർദുരാപം ത്വൽസംഗേനൈവ ഗോപ്യഃ കില സുഹൃദിതമാഃ പ്രാപുരാനന്ദസാന്ദ്രം ഭക്തേഷന്വേഷു ഭൂയസ്വ ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം തന്മേ ത്വദ്ഭക്തിമേവ ദൃഢയ ഹരഗദാൻ കൃഷ്ണവാദാലയേശ ഭക്തേഷന്യേഷു ഭൂയസ്വപി ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം തന്മേ ത്വദ്ഭക്തിമേവ ദൃഢയ ഹരഗദാൻ കൃഷ്ണവാദാലയേശ ഐക്യം തേ ദാനഹോമ വ്രത നിയമതപസ്സാഖ്യയോഗൈർദുരാപം ത്വൽസംഗേനൈവ ഗോപ്യ കില സുഹൃതമാ പ്രാപുരാനന്ദസാന്ദ്രം ഭക്തേഷന്വേഷു ഭൂയസ്വ ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം തന്മേ ത്വദ്ഭക്തിമേവ ദൃഢയ ഹരഗദാൻ കൃഷ്ണവാദാലയേശ ഐക്യം തേ ദാനഹോമവ്രത നിയമ തപസ്സാഖ്യയോഗൈർദുരാപം ത്വൽസംഗേനൈവ ഗോപ്യ കില സുഹൃദിതമാഃ പ്രാപുരാനന്ദസാന്ദ്രം ഭക്തേഷന്യേഷു ഭൂയസ്വപി ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം തന്മേ ത്വദ്ഭക്തിമേവ ദൃഢയ ഹരഗദാൻ കൃഷ്ണവാദാലയേശ ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. അടുത്തതായി ഈ ശ്ലോകങ്ങളുടെ എല്ലാം അർത്ഥം ഒന്ന് ചുരുക്കി പറയാൻ വേണ്ടി നമ്മുടെ രത്നവല്ലിയൊക്കെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. നമുക്ക് കൂടുതൽ ഈ ദശകത്തിൽ പറയാനുണ്ട്, പക്ഷെങ്കിൽ സമയക്കുറവ് മൂലം അതിന്റെ അർത്ഥം മാത്രം എല്ലാവർക്കും ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ അതൊന്ന് പറഞ്ഞ് പോകുന്നു. അത് മറ്റുള്ള തത്വങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ വേറൊരു അവസരത്തിൽ പറയാം. ഹരിയും ഹരിയും രത്നവല്ലിയക്ക.
ഹരി ഓം. ദശകം 94 തത്വജ്ഞാനോത്പത്തി. ഈ ദശകമാണ് ഇവിടെ ഇപ്പൊ പാരായണം ചെയ്തത്. ഇനി അതിന്റെ വ്യാഖ്യാനം ചുരുക്കത്തില് പറയുകയാണ് എൻ്റെ കടമ. 24 ഗുരുക്കന്മാരുടെ കാര്യം നമ്മള് കഴിഞ്ഞ ദശകത്തില് കേട്ടു. അതിനുശേഷം ഭഗവാൻ ഉദ്ധവർക്ക് നേരിട്ട് ഉപദേശിച്ച കാര്യമാണ് ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നത്. അതായത് തത്വജ്ഞാനം. ഈ ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ, ശ്ലോകം തുടങ്ങുമ്പോൾ തന്നെ നിഷ്കാമ കർമ്മൈഹി ശുദ്ധാഹ എന്നുള്ള ഒരു 2 പദത്തോടു കൂടിയാണ് ഈ ശ്ലോകം ആരംഭിക്കുന്നത്. അതായത് മനുഷ്യരായ നമ്മൾ ഏവരും സ്വധർമ്മം ചെയ്യണം എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പൊ ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ കർമ്മം ചെയ്യേണ്ടത് എന്നാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്ത് പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണവും, അതായത് നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ അയാളുടെ മനസ്സ് ശുദ്ധമാകും. എന്നാൽ കർമ്മഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്ന ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലത്തിന്റെ അപ്പുറമോ ഇപ്പുറമോ ആകാം നമുക്ക് കിട്ടുന്ന ഫലം. അതുകൊണ്ട് തന്നെ ഫലേച്ഛയോടുകൂടി നമ്മൾ കർമ്മം ചെയ്യരുത് എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. കർമ്മ ഫലം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ ചിത്തം ക്രമേണ ശുദ്ധമാകുന്നു. അങ്ങനെ ചിത്തശുദ്ധി കൈവരിക്കുന്ന ഒരാൾക്ക് ആണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുക എന്നാണ് ഈ ശ്ലോകത്ത് പറയുന്നത്. അതായത് നമ്മളിപ്പോ കർമ്മഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമാകുമ്പോൾ നമ്മളുടെ ശ്രദ്ധ പൂർണ്ണമായും ആ കർമ്മത്തിൽ ഉണ്ടാവില്ല. നമ്മളുടെ ശ്രദ്ധ മുഴുവൻ ഈ കർമ്മഫലത്തിലായിരിക്കും. നേരെ മറിച്ച് നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഫലേച്ഛയില്ലാതെ, അതിന്റെ ഫലത്തെ പറ്റി നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെ ഈശ്വരാർപ്പിതമായി ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം ചെയ്യുന്ന ആളുടെ ചിത്തം ക്രമേണ നൈർമല്യമാകുന്നു, അഥവാ ചിത്തശുദ്ധി കൈവരുന്നു. ഇങ്ങനെ ചിത്തശുദ്ധി കൈവരുന്ന ഒരാൾക്ക് ക്രമേണ ഒരു ഗുരുവിന്റെ സാന്നിധ്യം ലഭിക്കും. അഥവാ സാന്നിധ്യം ലഭിച്ചില്ല എങ്കിൽ ഭഗവാൻ നമുക്കൊരു ഗുരുവിനെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഈ കർമ്മം അതേ രീതിയിൽ മികവുറ്റതാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഗുരുവിനെ കിട്ടിയില്ലെങ്കിൽ നാം തന്നെ അന്വേഷിച്ച് ഒരു ഗുരുവിനെ കണ്ടുപിടിക്കാം. അങ്ങനെ ഗുരുവിന്റെ ഉപദേശപ്രകാരം തുടർന്ന് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി മായയുമായി യാതൊരു ബന്ധമില്ലാത്തതും അതിന്റെ ഫലമായുള്ള യാതൊരു മാലിന്യമേശാത്തതും ദേഹം, ഇന്ദ്രിയങ്ങൾ മുതലായവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും എങ്ങും നിറഞ്ഞിരിക്കുന്നതും പരബ്രഹ്മം എന്നറിയപ്പെടുന്നതുമായ ആ സ്വരൂപത്തെ നമുക്ക് അറിയാൻ സാധിക്കും. അതായത് നമ്മളുടെ ചിത്തം ശുദ്ധമാകുന്നതോടുകൂടി ഭഗവാന്റെ സ്വരൂപത്തെ നമുക്ക് അറിയാൻ കഴിയും എന്നാണ് ഇതിന്റെ തത്വം. എങ്കിലും ഈ പരമാത്മാവിനെ നാനാത്വം സ്വീകരിക്കുവാനുള്ള കഴിവുണ്ട്. അങ്ങനെ നാനാത്വം സ്വീകരിക്കുന്ന പരമാത്മാവിനെ നമുക്ക് സ്ഥൗല്യം, കാർശ്യം മുതലായ ഭേദഭാവങ്ങൾ തോന്നും. സ്ഥൗല്യം എന്ന് പറഞ്ഞാൽ വലുതാവുക, അതായത് വിശാല മനസ്കത ഉണ്ടാവുക. കാർശ്യം എന്ന് പറഞ്ഞാൽ സങ്കീർണ മനസ്സ്. അങ്ങനെയുള്ള ഭാവം ഈ ആത്മാവിൽ നമ്മൾ ആരോപിക്കപ്പെടുന്നു. ആത്മാവ് എന്ന് പറഞ്ഞാൽ ജീവാത്മാവാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ആത്മാവിന് അങ്ങനെ യാതൊന്നുമില്ല.
ഇല്ലെങ്കിൽ പോലും നമുക്ക് അത് നമ്മളത് ആത്മാവിൽ അത് ആരോപിക്കപ്പെടുന്നു. അതിന് കാരണം ഈ ആത്മാവ് നാനാത്വത്തിൽ എന്ന് പറഞ്ഞാൽ അനേകം ശരീരങ്ങളിൽ ഈ ആത്മാവ് പ്രവേശിക്കും. അപ്പോ ഈ ശരീരത്തിനുള്ള വിഷയ രസങ്ങൾ അനേക ജന്മങ്ങൾ കൊണ്ട് ഈ ശരീരം നേടിയെടുത്ത വിഷയരസങ്ങളാൽ നമുക്ക് ഉണ്ടാകുന്ന ഈ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാകുന്ന ഭാവങ്ങളാണ് ഈ നമുക്ക് തോന്നുന്ന സ്ഥൗല്യോ കാർഷ്യൊക്കെ. പക്ഷെ അത് പല ശരീരങ്ങളിലും ഇതിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അതായത് ത്രിഗുണങ്ങൾ, സാത്വികം, രാജസികം, താമസികം, ഈ 3 ഗുണങ്ങളും എല്ലാ ശരീരങ്ങളിലും ഒരുപോലെയല്ല. നമ്മളുടെ കർമ്മവാസനക്കനുസരിച്ച്, മുജ്ജന്മങ്ങളിലുള്ള കർമ്മവാസനക്കനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. ഈ അളവിന്റെ അല്ലെങ്കിൽ റേഷ്യോന്റെ അനുപാതത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് ആ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആത്മാവ് ഈ വിശാല മനസ്കതയോ അല്ലെങ്കിൽ ചില ശരീരങ്ങളിൽ പ്രവേശിക്കുന്ന ആത്മാവ് ഇടുങ്ങിയ മനസ്സോ ഇതൊക്കെ കാണിക്കും. അപ്പൊ അത് നമ്മളെ ഈ ശരീരത്തിന്റെ ഭാവഭേദങ്ങൾ നമ്മളെ ആത്മാവിലേക്ക് ആരോപിക്കുകയാണ്. അല്ലാതെ ആത്മാവിന് യാതൊരു ബന്ധവും ഇതുമായി ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ആരോപിക്കുന്നത് ഒരു ഉദാഹരണം വഴി വിശദമാക്കുകയാണ് ഭട്ടതിരിപ്പാട്. അതായത് തടിമരത്തിന് നമ്മള് അഗ്നിക്കിരയാക്കുമ്പോ വളരെ അധികം തടിമരങ്ങൾ ഉണ്ടെങ്കിൽ വലിയ ജ്വാലയാണ് ഉണ്ടാവുക. നേരെ മറിച്ച് തടിമരത്തിന്റെ അളവ് കുറവാണെങ്കിൽ ചെറിയ ജ്വാലയാണ് ഉണ്ടാവുക. അതേപോലെ സ്ഫോടനം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന അഗ്നിജ്വാലക്ക് ഉജ്ജ്വല ഭാവമായിരിക്കും. നേരെ മറിച്ച് നമ്മളൊരു നിലവിളക്ക് കത്തിച്ചു വെക്കുകയാണെങ്കിൽ ആ ജ്വാലക്ക് ശാന്തഭാവമായിരിക്കും. അപ്പോ പല ഭാവങ്ങളിൽ നമ്മൾ അഗ്നിജ്വാല കാണുന്നു. അത് നമ്മളെ അഗ്നിജ്വാലയിലാണ് ആരോപിക്കുന്നത്. അഗ്നിജ്വാല വലിപ്പമുള്ളതാണ്, അല്ലെ വളരെ വലുതാണ്. അഗ്നിജ്വാല ചെറുതാണ്. അഗ്നിജ്വാലക്ക് ഉജ്ജ്വല ഭാവമാണ്. അഗ്നിജ്വാലക്ക് ശാന്തഭാവമാണ് എന്നൊക്കെ നമ്മൾ ആരോപിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് അഗ്നി എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഭാവഭേദങ്ങൾ ഉണ്ടാകുന്നത് വിറകി തടിയെ ആശ്രയിച്ചാണ്. വിറക് തടികൾ കൂടുതൽ ഉണ്ടാവുമ്പോൾ ഉജ്ജ്വല ഭാവത്തോടു കൂടിയുള്ള ജ്വാല ഉണ്ടാകുന്നു. അതേസമയം കുറവാണെങ്കിൽ ശാന്തഭാവം, ചെറിയ ജ്വാല ഉണ്ടാകുന്നു. ഇതേപോലെ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആത്മാവിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ശരീരമാണ് നമ്മളെ പ്രപഞ്ചവും അതേപോലെ ദേഹം ഇതൊക്കെ മായയാണെങ്കിൽ കൂടെ അത് സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലതരം ഇത്തരം ഭാവഭേദങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ആത്മാവിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള ഈ ഒരു തിരിച്ചറിവാണ് ഒരു ചിത്തശുദ്ധി വന്ന ഒരാൾക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ അയാളെ ദേഹധർമ്മങ്ങളാണ് ജരാമരണാദികളെന്നും ആത്മാവ് ഇതിനൊക്കെ അതീതനാണ് അറിയുന്നു. ഇത് തന്നെയാണ് സ്വസ്വരൂപബോധം അഥവാ തത്വജ്ഞാനം. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇത് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ആചാര്യോപദേശം കൊണ്ട് സിദ്ധമായ ഈ ജ്ഞാനം തന്നെയാണ് അജ്ഞാന തത്കാര്യങ്ങളെ നീക്കുന്നത് എന്ന് ഒന്നുകൂടെ ഭട്ടതിരിപ്പാട് ഉറപ്പിക്കുകയാണ്. അപ്പോ രണ്ടാമത്തെ ശ്ലോകത്തില് നമ്മളിപ്പോ ഒരു യജ്ഞത്തിനൊക്കെ അഗ്നി ഉണ്ടാക്കാൻ 2 തടികൾ താഴെയും മേലെയും വെച്ചിട്ട് ഉരസിയിട്ട് അഗ്നി ഉണ്ടാക്കും. ഈ ഒരു രൂപത്തില് ആചാര്യനെയും ശിഷ്യനെയും താരതമ്യപ്പെടുത്തുകയാണ്. അതായത് അധരാരണി അല്ലെങ്കിൽ താഴെയുള്ള അരണി ശിഷ്യനായും മുകളിൽ വെക്കുന്ന അരണി അധരാരണി ഗുരുവായും മുകളിലത്തെ അരണി ശിഷ്യനായും ആണ് സങ്കല്പിക്കുന്നത്. എന്നിട്ട് ഈ 2 അരണികളും മഥനം ചെയ്യുക അഥവാ ഉരസുമ്പോ ഈ ജ്ഞാനം
അപ്പോൾ ഉണ്ടാകുന്ന സ്ഫുടമായി പ്രകാശിക്കുന്ന ജ്ഞാനം ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് പകരും. അങ്ങനെ ആ ജ്ഞാനം പകരുമ്പോ ഈ ശിഷ്യന്റെ കർമ്മവാസനകൾ നശിക്കുന്നു. അത് കൂടുതൽ പിന്നെ ഈ ഗുരുവായിട്ടുള്ള സമ്പർക്കാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിഷ്യന് ഗുരുവായിട്ടുള്ള സമ്പർക്കാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അരണിയായി ഇവിടെ വിശദീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൂടുതൽ ഈ ഗുരുവായിട്ട് സമ്പർക്കം ഉണ്ടാകുമ്പോൾ ഈ കർമ്മവാസന നശിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം കർമ്മവാസന മുഴുവനായി നശിക്കുന്നു. നശിക്കുമ്പോ ഈ ഗുരുവിൽ നിന്ന് പകരുന്ന ജ്ഞാനവും ആവശ്യമില്ലാത്തതുകൊണ്ട് അതും ഇല്ലാതാകും. അതും ഒരു ഉദാഹരണ സഹിതം ഇവിടെ പറയുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഒരു കാട് നമ്മൾ അഗ്നിക്കിരയാക്കുമ്പോ ആ കാട് കത്തി ചാരമാകുന്നു, ചാമ്പലാകുന്നു. അപ്പോ ഈ അഗ്നി കൊണ്ടാണ് കാട് കത്തുന്നത്. അപ്പൊ ആ കാട് കത്തി ചാമ്പലായി കഴിയുമ്പോ ഈ അഗ്നിയും അതിനോടുകൂടി നശിക്കും. പിന്നീട് കത്താൻ കാടില്ലാതിരിക്കുമ്പോ അഗ്നിയും നശിക്കും. അതുപോലെ ഗുരുവുമായി ശിഷ്യന് സമ്പർക്കം ഉണ്ടാകുമ്പോ ശിഷ്യനിൽ നിന്ന് പകരുന്ന ജ്ഞാനം കൊണ്ട് ഗുരുവിൽ നിന്ന് പകരുന്ന ജ്ഞാനം കൊണ്ട് ശിഷ്യന്റെ കർമ്മവാസനകൾ നശിക്കുന്നു. അങ്ങനെ ശിഷ്യന്റെ കർമ്മവാസനകൾ പൂർണ്ണമായി നശിക്കുമ്പോ ഈ ഗുരുവിൽ നിന്ന് പകരുന്ന ജ്ഞാനവും ആവശ്യമില്ലാത്തതുകൊണ്ട് ഇല്ലാതാകുന്നു. അങ്ങനെ ഈ ശിഷ്യനെ ആ ശിഷ്യൻ അങ്ങനെ ഗുരുവിന്റെ ഉപദേശം കിട്ടുന്ന ശിഷ്യനും ബ്രഹ്മം തന്നെയാകുന്നു എന്നാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെ ആകുന്നു എന്ന പോലെ ആ ശിഷ്യൻ പരമാർത്ഥ തത്വത്തിലേക്ക് ലയിച്ച് ജീവൻ മുക്താവസ്ഥ പ്രാപിക്കുന്നു. ഈ അവസ്ഥയിലാണ് ജീവാത്മാവ് പരമാത്മാ പദത്തെ പ്രാപിക്കുന്നത് എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്ത് പറയുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തില് പറയുന്ന എന്താന്ന് പറഞ്ഞാൽ ഭഗവത് പ്രാപ്തി അല്ലാതെ സകലവിധ ദുഃഖവും നീങ്ങുന്നതിന് മറ്റൊരു മാർഗവുമില്ല എന്ന് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഒന്നും കൂടെ സമർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അതായത് അതില് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അംഗദഷ്ട കർമ്മ ഷഡ്ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് അഗത എന്ന് പറഞ്ഞാൽ അഗത ഷഡ് കർമ്മ ഷഡ്ഗുണ്യ യോഗങ്ങൾ എന്നാണ് പറയുന്നത്. അതില് അഗതം എന്ന് പറയുന്നത് ആയുർവേദ വിഷചികിത്സാ സമ്പ്രദായ പ്രകാരം രോഗങ്ങൾ മാറ്റുകയാണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ ചികിത്സ കൊണ്ട് ഒരു രോഗത്തെ മാറ്റാൻ സാധിക്കും. പക്ഷെ ആ രോഗം പിന്നീട് ഒരിക്കലും വരാതിരിക്കാനുള്ള ചികിത്സാ സമ്പ്രദായം ഇല്ല. രോഗം ചികിത്സ കൊണ്ട് മാറ്റാമെന്നല്ലാതെ നിശേഷം ആ രോഗത്തെ നീക്കം ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതുപോലെ ഷഡ്ഗുണങ്ങൾ എന്ന് പറയുന്നത് 2 രാജ്യങ്ങളുടെ വിദേശ നയത്തിൽ ഉണ്ടാകുന്ന പല വ്യവസ്ഥകളെ പറ്റിയാണ്. ഈ വ്യവസ്ഥകളും കാലം കഴിയുമ്പോൾ വ്യത്യാസം വരാം. അതും എപ്പോഴും ഒരേപോലെ സ്ഥിരതയായി ഇരിക്കണമെന്നില്ല. പിന്നെ മറ്റൊന്ന് ഇതിൽ പറയുന്നത് ബ്രാഹ്മണന്റെ ഷഡ്കർമ്മങ്ങളെ പറ്റിയാണ്. ഇതും എപ്പോഴും ശാശ്വതമല്ല, അതും മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ ആണ് കൃഷി. കൃഷിയെ പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ എന്നാ പറയുന്നത്. കൃഷി നമുക്ക് ചില സമയത്ത് നല്ല ഫലം കിട്ടും, ചില സമയത്ത് അതുപോലെ ഫലം കിട്ടില്ല, എപ്പോഴും ഒരുപോലെയല്ല. അപ്പം ഭട്ടതിരിപ്പാട് പറയുന്നത് സകലവിധ ദുഃഖവും നീങ്ങുന്നതിന് ഭക്തിയല്ലാതെ, ഭഗവാനിലുള്ള ഭക്തിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇങ്ങനെയുള്ള ഒരു കർമ്മം കൊണ്ടും നമുക്ക് പൂർണ്ണമായി ദുഃഖശമനം കിട്ടില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന് വൈദിക മാർഗം. വൈദിക മാർഗത്തെ പറ്റി പറയുകയാണെങ്കിൽ അതും കാലദേശ അവസ്ഥകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കാലദേശ അവസ്ഥകൾ കൊണ്ട് മാറുന്നത് കൂടാതെ ഇത് ചെയ്യുന്ന യജ്ഞാചാര്യൻ പൂർണ്ണനല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഫലം കിട്ടില്ല. അപ്പൊ അഥവാ എപ്പോഴും ഇത് അസമർത്ഥങ്ങളാണ് എന്ന് പറയുന്നത്. അതായത് പൂർണ്ണത ഈ വൈദിക കർമ്മങ്ങൾ കൊണ്ടൊന്നും നമുക്കൊരു ദുഃഖ നിവാരണം പൂർണ്ണമായി കിട്ടില്ല. അഥവാ ഈ വൈദിക കർമ്മങ്ങൾ മൂലം നല്ലൊരു ഫലം വന്നിട്ട് നമുക്ക് ഐശ്വര്യം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവര് മത്തന്മാരായി തീരും, അതായത് അഹങ്കാരികളായി തീരും. അവർക്ക്
ഭഗവാനെയൊക്കെ മറന്നുപോകും അവരോട്. എപ്പോഴും അങ്ങനെയാണല്ലോ, അഹങ്കാരം കൂടുമ്പോൾ നമുക്കായാലും ശരി ഒരു ലോട്ടറി അടിക്കുക, അങ്ങനെയുള്ള കൂടുതൽ വിഭവം പെട്ടെന്ന് ലഭിക്കുമ്പോൾ നമ്മൾ അഹങ്കാരികളായി മാറും. അപ്പൊ ഭഗവാനെ മറക്കും. അപ്പൊ അതിനോടുകൂടി അധപ്പതൻ ഉണ്ടാവും. അപ്പൊ അധപ്പതൻ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് മോചനം നേടാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഭഗവാനെ കൂടി മറന്നിരിക്കുകയാണ് നമ്മള്. അപ്പൊ അതുകൊണ്ട് ഈ ശരിയായ ദുഃഖ നിവാരണത്തിന് ഭഗവാനിലുള്ള ഭക്തി അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നാണ് 3-ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ഇനി 4-ാമത്തെ ശ്ലോകത്ത് പറയുന്നത് ഭഗവാനെ അതായത് ഭഗവാനെ പ്രാപിക്കലാണല്ലോ ഇതിലെ തത്വം. അപ്പൊ ഭഗവാനെ പ്രാപിച്ച് വൈകുണ്ഠ ലോകത്തിലെത്തിയാൽ മാത്രമേ നമുക്ക് ഭയരഹിതമായ ഒരു ലോകം കിട്ടുള്ളൂ. മറ്റൊരു ലോകവും അതുപോലെ ഭയരഹിതമായി ഉള്ള ലോകമില്ല. ഒരു ഭയം ഇല്ലാതെ ജീവിക്കാൻ പറ്റിയ ലോകം വൈകുണ്ഠം മാത്രമേ ഉള്ളൂ. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ തന്നെ കുണ്ഠതയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സ്ഥലം എന്നാണ് അർത്ഥം. അതായത് ഈ സത്യലോകത്തിൽ നമ്മളെ കാര്യം പിന്നീടാണ് പറയുന്നത്. ആദ്യം പറയുന്നത് സത്യലോകത്തിൽ ജീവിക്കുന്ന ബ്രഹ്മാവിനെ പറ്റിയാണ്. അതായത് ബ്രഹ്മാവ് താമരയിൽ നിന്ന് ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉണ്ടായ വ്യക്തിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബ്രഹ്മാവിന് പോലും നാശമുണ്ട്. ബ്രഹ്മാവിന്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് ബ്രഹ്മവർഷം 100 ആണ്. 100 ബ്രഹ്മവർഷം. അതായത് നമ്മളെ വർഷത്ത് പറയുകയാണെങ്കിൽ 3,11,04,000 വർഷമാണ് ബ്രഹ്മാവിന്റെ ആയുസ്. അപ്പൊ ബ്രഹ്മാവിന് പോലും നാശമുണ്ട്. ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന ആളാണ് ബ്രഹ്മാവ്. അങ്ങനത്തെ ബ്രഹ്മാവിന് പോലും നാശമുണ്ട്. അപ്പൊ സത്യലോകത്തിൽ പോലും സുഖമായി ഇരിക്കാൻ സാധിക്കില്ല. അവിടെയും ഈ കാലസ്വരൂപനായ അങ്ങയെ ഭയന്നുകൊണ്ടാണ് ബ്രഹ്മാവ് കഴിയുന്നത്. അപ്പോ പിന്നെ നമ്മളെ മനുഷ്യന്മാരെ കാര്യം എന്ത് പറയാനാണ്? നാരകന്മാർ എന്ന് പറയുന്നു. അതായത് നരകക്ലേശം അനുഭവിക്കുന്ന സാംസാരികന്മാരാണ് നാരകന്മാർ, അതായത് മനുഷ്യന്മാര്. അപ്പൊ മനുഷ്യന്മാര് ഓരോ ജന്മം കഴിയും തോറും പല അധർമ്മങ്ങളും ചെയ്ത് ദുരിതം സമ്പാദിച്ചിട്ടുള്ളവരാ. മനുഷ്യന്റെ കഥ പറയേണ്ടതുണ്ടോ എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്. അപ്പോ ഭട്ടതിരിപ്പാട് പറയാണ്, ഞാൻ അനുഭവിക്കുന്ന വേദനകളൊക്കെ തന്നെ എന്റെ കർമ്മഫലമാണെന്ന് എനിക്ക് അറിയാം. അതിൽ നിന്ന് മോചനം കിട്ടുവാൻ ഭഗവാനെ കാരുണ്യമുണ്ടാകണമേ. എന്റെ എല്ലാ ബന്ധങ്ങളും അറുത്തുമാറ്റി എനിക്ക് ഭഗവാനിൽ പരിപൂർണമായ ഭക്തി ഉണ്ടാക്കി തരണമേ എന്നാണ് ഈ ശ്ലോകത്തില് 4-ാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാടിന്റെ പ്രാർത്ഥന. ഇനി 5-ാമത്തെ ശ്ലോകത്തില് പരമാത്മാവ് ജീവാത്മാവ്. പക്ഷെ പരമാത്മാവിന് ഒന്നിനും ഒരു ബന്ധമില്ല. പക്ഷെ ജീവാത്മാവ് ഇങ്ങനെ പലതിനോടും ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ നമുക്കൊക്കെ ഉള്ളതാണ് ജീവാത്മാവ്. ആ ആത്മാവ് പലതിനോടും ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. ഇപ്പൊ ജീവാത്മാവുമ്പോ ശരീരമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഒരിക്കൽ പറഞ്ഞു തന്നെയാണ് ശരീരത്തോട് ബന്ധമുള്ളത് കൊണ്ട് ഈ പ്രപഞ്ചവും അതേപോലെ തന്നെ ദേഹം ഇതൊക്കെ മായയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോ ദേഹത്തോട് ബന്ധം ഉള്ളത് കൊണ്ടാണ് ഈ ജീവാത്മാവിന് ഈ ബന്ധവും മോക്ഷവും ഒക്കെ ഉണ്ടാകുന്നത്. അതായത് അവിദ്യ വിദ്യ ഇവയൊക്കെ ഉള്ള ശരീരം, സൂക്ഷ്മ ശരീരത്തിലാണ് ഈ അവിദ്യകളൊക്കെ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോ ഈ സൂക്ഷ്മ ശരീരമാണ് ഈ അവിദ്യ കാരണം, ഈ മായാപ്രപഞ്ചമാണ് ജീവന് ഈ ബന്ധവും മോക്ഷവും ഉണ്ടാവാനുള്ള കാരണം. അതിനെ ഒരു ഈ ജീവാത്മാവിനെ ഉണർന്നിരിക്കുന്നവനും, അതായത് 2 തരത്തിലുള്ള മനുഷ്യന്മാരുണ്ടല്ലോ. ഒന്ന് ഈ ചിത്തശുദ്ധിയൊക്കെ വരുത്തി ജീവൻ മുക്തന്മാരായവര്, അല്ലാത്തവര് സാധാരണ ഈ മായയിലൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാര്, അവരെ ബദ്ധൻ ആണ് പറയുന്നത്. അപ്പൊ ബദ്ധനും ജീവൻ മുക്തനും 2 തരത്തിൽ ആൾക്കാരുണ്ട്. 2ലും ജീവാത്മാവാണ് ഉള്ളത്. പക്ഷെ ഈ ബദ്ധൻ എന്ത് ചെയ്യുന്നു? ഈ ശരീരവും പ്രപഞ്ചവും ഒക്കെ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആണ് ജീവിക്കുന്നത്. എന്നാൽ ഈ ചിത്തശുദ്ധി വന്നവര്, ജീവൻ മുക്താവസ്ഥ ലഭിച്ചവര് ഇതൊക്കെ സത്യമല്ല, ഇതൊക്കെ മായയാണ് എന്നുള്ള പൂർണ്ണ ബോധത്തോടെയാണ് ജീവിക്കുന്നത്. അതായത് ശരീരമാകുന്ന മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് വിഷയസുഖങ്ങളെ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് ഈ ബദ്ധന്മാർ.
അതുകൊണ്ടാണ് അങ്ങനെയുള്ള അവരുടെ ശരീരത്തിലുള്ള ആത്മാവിന് ബന്ധവും മോക്ഷവും ഒക്കെ ഉണ്ടാവും. നേരെ മറിച്ച് ജീവൻ മുക്താവസ്ഥ പ്രാപിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഈ പ്രപഞ്ചം ഇങ്ങനത്തെ ഇതൊക്കെ ദേഹം ഇതൊക്കെ മിഥ്യയാണ്, ഇത് പിന്നെ ശാശ്വതമല്ല, ഇത് സത്യമല്ല എന്നുള്ള പൂർണ്ണ ബോധ ഉള്ളവരായതുകൊണ്ട് അവര് ഇത്തരം വിഷയ രസ സുഖങ്ങളൊന്നും തന്നെ അനുഭവിക്കുന്നില്ല. അതാണ് ഈ ജീവാത്മാവിന് ഈ ബന്ധനം ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്നാണ് പറയുന്നത്. പരമാത്മാവും ജീവാത്മാവും തമ്മിൽ വ്യത്യാസപ്പെടാനുള്ള കാരണം അതാണ്. അല്ലാതെ പരമാത്മാവും ജീവാത്മാവും തമ്മിൽ മറ്റൊരു വ്യത്യാസവും ഇല്ല എന്നാണ് ഈ 5-ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ഇനി 6-ാമത്തെ ശ്ലോകം, 6-ാമത്തെ കുറച്ചും കൂടി സ്പീഡ് പറയാം, സമയമില്ലെന്ന് തോന്നുന്നു. 6-ാമത്തെ ശ്ലോകത്ത് പറയുന്നത് ജീവൻ മുക്താവസ്ഥ എല്ലാവർക്കും ആഗ്രഹമുള്ള തന്നെയാണ്. പക്ഷെ അതിന് അർഹനാകണമെങ്കിൽ ആദ്യം മനഃശുദ്ധി വേണം. മനഃശുദ്ധി ഉണ്ടാവാൻ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ. ഭക്തിയുള്ളവർക്ക് മാത്രമേ മനഃശുദ്ധി ഉണ്ടാവൂ. മനഃശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ജീവൻ മുക്താവസ്ഥ പ്രാപിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എന്നെ ഭഗവാനിൽ അകമഴിഞ്ഞ ഭക്തിയുള്ള ആളാക്കി മാറ്റണമേ. എന്നാൽ എനിക്ക് ലഘുവായ ഒരു ഗുരുവിന്റെ ഉപദേശം കൊണ്ട് തത്വജ്ഞാനം വന്ന് മുക്തനാവാൻ സാധിക്കും എന്ന് പറഞ്ഞ് ആത്മാർപ്പണ രൂപമായ ഭക്തി പോലെ എളുപ്പമുള്ള മുക്തി സാധനം വേറൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് വളരെ അധികം ഭക്തി ഭഗവാനിൽ ഉണ്ടാക്കി തരണേ എന്നാണ് 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 7-ാമത്തെ ശ്ലോകം. 7-ാമത്തെ ശ്ലോകത്ത് പറയുന്നത് ഭക്തിയില്ലാത്ത ശാസ്ത്ര പഠനം നിഷ്ഫലമാണ് എന്നാണ്. അതായത് കുറെ ആൾക്കാര് വേദമൊക്കെ വളരെ ഗംഭീരമായിട്ട് പഠിക്കുന്നു, അവരാകട്ടെ ഭഗവാനെ അല്പം പോലും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനിൽ അല്പം പോലും ശ്രദ്ധയില്ലാതെ ഈ വേദപഠനം ചെയ്തത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് പറയുന്നത്. 7-ാമത്തെ ശ്ലോകത്തില് മുരടിച്ച വൈദികന്മാരുണ്ട്, കഷ്ടമേ, ഭഗവാനെ അവർ അറിയുന്നില്ല, അവർ വെറുതെ യത്നിക്കുകയാണ് ചെയ്യുന്നത്. ഈ വേദപഠനം, തത്വശാസ്ത്ര പഠനം, ഇങ്ങനെയുള്ള പഠനങ്ങളൊക്കെ ഗംഭീരമായി പഠിച്ച് അറിവ് സമ്പാദിക്കുന്നു. എന്നാൽ ഇവരുടെ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിനൊരു ഉദാഹരണം പറയുന്നത് മച്ചിപ്പശുവിനെ കെട്ടി വലിച്ച് വളർത്തുന്ന ഇതുപോലെയാണെന്നാണ്. അതായത് മച്ചിപ്പശു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രസവിക്കാത്ത പശുവാണ്. അപ്പൊ അതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും അത് നമുക്ക് പാല് തരുന്നില്ല, കുട്ടികൾ ഉണ്ടാവില്ല. അപ്പൊ അതേപോലെയാണ് ഈ യാതൊരു എത്ര അറിവ് സമ്പാദിച്ചാലും ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ആ ഒരു അറിവ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഭഗവാനെ ലോക മനോഹരങ്ങളും സർവപാപഹരങ്ങളും ദിവ്യങ്ങളുമായ അവതാര കഥകളും ചിദാനന്ദ രൂപമായ രൂപവും ഒരു സ്ഥലത്ത് പറയുന്നില്ലെങ്കിൽ, ഇങ്ങനത്തെ ശാസ്ത്ര പഠനം അല്ലെങ്കിൽ സത്സംഗം, സത്സംഗം എന്ന് വിളിച്ചുകൂടെ അവരാ അങ്ങനത്തെ ഒരു സ്ഥലത്ത്, അങ്ങനെയൊന്നും പറയാത്തൊരു സ്ഥലത്ത് എന്നെ ഒരിക്കലും എത്തിക്കാൻ ഇടവരുത്തരുതേ എന്നാണ് 7-ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ഇനി 8-ാമത്തെ ശ്ലോകം, ഭക്തിയാണ് ഇതിന് മുഖ്യമായ കാര്യം എന്നാണ്. അതുണ്ടാകുന്നതിന് സത്സംഗമാണ് ഒന്നാമത്തെ ഉപായം. അത് രണ്ടും തനിക്കുണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് 8-ാമത്തെ ശ്ലോകത്തിൽ. അതായത് ഭഗവാന് അങ്ങ് ആരാണ്, നിന്തിരുവടിയുടെ രൂപം എന്താണ്, ഏതെല്ലാം വിധത്തിലുള്ള മഹത്വമാണ് അങ്ങയ്ക്കുള്ളത്, അങ്ങയുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ എനിക്കറിയില്ല. ഭഗവാന്റെ പ്രവർത്തനം ആർക്കും മനസ്സിലാവില്ല. കാരണം ശിശുപാലൻ ഭഗവാന്റെ ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ഒരു ഇഷ്ടമില്ലാത്ത ആളാണ്. അങ്ങനത്തെ ശിശുപാലനെ പോലും വധിച്ച് മോക്ഷം നൽകിയവനാണ് ഭഗവാൻ. അപ്പം മറ്റൊന്നിലും മനസ്സ് പതിക്കാതെ അങ്ങയുടെ ഭജനത്തെ തന്നെ ആദരിക്കുമാറാകട്ടെ. അത് ഭഗവാനെ പൂജിക്കുക, ഭഗവാന്റെ വിഗ്രഹാരാധന, പിന്നെ അതേപോലെ സത്സംഗം, ത്വത്പാദ ഭക്തന്മാരുടെ ദർശനം, സ്പർശനം, പിന്നെ അതേപോലെ ഭഗവാൻ നമസ്കാരം, പിന്നെ കർമ്മങ്ങളുടെ സങ്കീർത്തനം, അവതാര കഥ, ഇതൊക്കെ പറയാനൊക്കെ ഉള്ള അവസരം എനിക്ക് ഉണ്ടാക്കി തരണമേ എന്നാണ് ഈ 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ 9-ാമത്തെ ശ്ലോകം, 9-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഭഗവാനെ ഞാൻ അങ്ങയുടെ ദാസനാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കും. എനിക്ക് അങ്ങയുടെ ദാസ്യവേല, അതായത് അമ്പലത്തിൽ അടിച്ചു തളി
ഇങ്ങനെയുള്ള ദാസ്യവേലകൾ ചെയ്യുവാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തരണമേ എന്നാണ് പറയുന്നത്. ദാസ്യവേലകൾ തുടരെ ഒരു പ്രാവശ്യമല്ല, തുടരെ മടികൂടാതെ ചെയ്യുവാൻ ഇടവരട്ടെ എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്. കാരണം അമ്പലത്തിന്റെ ഉള്ളിലായി കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴും കാണാൻ ദാസ്യവേലയാണെങ്കിലും മാത്രമല്ല പിന്നെ മറ്റൊരു ചിന്തയും മനസ്സിലേക്ക് കടന്നു വരില്ല. അപ്പോ ഭഗവാനോട് അടുക്കാനുള്ള ഒരു എളുപ്പ മാർഗമാണ് യഥാർത്ഥത്തിൽ അത്. അപ്പോ ഭട്ടതിരിപ്പാട് പറയുന്ന അതാണ്, എനിക്ക് ഭഗവാന്റെ ദാസ്യവേല ചെയ്യുവാൻ ഇടവരട്ടെ എന്ന്. സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, ആത്മാവ് തുടങ്ങിയ വസ്തുക്കളിൽ ശോഭിക്കുന്ന ചതുർബാഹ രൂപത്തിലുള്ള അങ്ങയെ ഞാൻ ആരാധിച്ചു കൊള്ളുന്നു. ഭഗവത് പ്രേമത്തിൽ മനസ്സലിയുക എന്ന രൂപത്തിലുള്ള ഭക്തി എനിക്ക് എപ്പോഴും ധാരധാരയായി ഒഴുകട്ടെ എന്നാണ് 9ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ഇനി 10ാമത്തെ ശ്ലോകം. 10ാമത്തെ ശ്ലോകത്തില് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഭഗവാനെ എനിക്കറിയാം ഭഗവാന് ഹോമം, വ്രതം, നിയമം, തപസ്, സാഖ്യയോഗം, ഐക്യം, ഭഗവാനോടുള്ള ഐക്യം അഥവാ സായുജ്യം, ഇതൊന്നുകൊണ്ടും ഭഗവാനെ പ്രാപിക്കാൻ അല്ലെ ഭഗവാന്റെ അടുത്തെത്താൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണമായും അറിയാവുന്ന കാര്യമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് അധ്വാനുണ്ട്, ധാരാളം സമയം ആവശ്യമാണ് അതിൻ്റെ ഒക്കെ പെർഫെക്റ്റ്നെസ് ഉണ്ടാവണമെങ്കിൽ. അതേസമയം ഈ ഗോപികമാര് ഭഗവാനോടുള്ള ചേർച്ച കൊണ്ട് മാത്രമാണ് ഭഗവാനോടുള്ള ഐക്യം പ്രാപിച്ചത്. എന്നാൽ ഭഗവാനാകട്ടെ ഈ ഗോപികമാരുടെ ഭക്തിയാണ് എല്ലാ ഭക്തന്മാരെക്കാളും ഈ ഗോപികമാരെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത്. അപ്പൊ അതുപോലെ എനിക്കും ഭഗവാനിലുള്ള ഭക്തി വളരെയധികം വർദ്ധിപ്പിച്ച് ഭഗവാനെ അടുത്ത് പ്രാപിക്കാൻ, ഭഗവാനിൽ ലയിക്കാൻ ഉള്ള ഒരു അവസരമാണ് എനിക്ക് തരേണ്ടത്. അല്ലാതെ ഇങ്ങനെ മറ്റു പല അനുഷ്ഠാനങ്ങൾ കൊണ്ടുമൊന്നും ഭഗവാന്റെ അടുക്ക് എത്തുവാൻ അത്ര എളുപ്പമല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഗോപസ്ത്രീകളെ പോലെ ഭഗവാനിൽ ഭക്തി വർദ്ധിപ്പിച്ചു തരണം. എനിക്ക് അങ്ങേയറ്റം ഭക്തി ഉണ്ടാക്കി തരുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം. അതിന് എന്റെ എല്ലാ ബന്ധങ്ങളെയും അറുത്ത് കളയാനാണ് ആദ്യം തന്നെ ഭട്ടതിരിപ്പാട് പറഞ്ഞത്. അപ്പോ ഗുരുവായൂരപ്പ, അതുകൊണ്ട് അവിടുന്ന് എനിക്ക് നെന്തിരുവടിയിൽ ഉറച്ച ഭക്തി തരുമാറാകണമേ. അതേപോലെ തന്നെ എന്റെ രോഗങ്ങളെല്ലാം നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം 94ാമത്തെ ദശകം ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുന്നത്. അതുപോലെ നമുക്കും പറയാം, കൃഷ്ണ ഗുരുവായൂരപ്പ, ഞങ്ങൾക്കും ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാക്കി തരാൻ ഭഗവാൻ കൃപ നമ്മളിൽ എല്ലാവരും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. അതേപോലെ നമുക്കും യാതൊരു വിഷമങ്ങളും ഇല്ലാതെ, യാതൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഒരു വിഷമം ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. നമ്മൾ സഞ്ചിത കർമ്മമായി കൊണ്ടുവന്ന എല്ലാ വിഷമങ്ങളും നമ്മളെ അനുഭവിച്ചു തന്നെ തീർക്കണം. എങ്കിലും മാറാ രോഗങ്ങൾ അങ്ങനെയുള്ള ഒന്നും ഇല്ലാതെ നമുക്കും ശാന്തരായി ജീവിക്കുവാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ഈ ദശകം അവസാനിപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. അപ്പോഴ് ഇന്നത്തെ 94ാമത്തെ ദശകം ഇവിടെ ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇപ്പൊ എക്സ്പ്ലനേഷന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടും അക്ക ഉള്ള സമയം കൊണ്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു തന്നു. ഒരുപാട് നന്ദിയുണ്ട്. വളരെ നന്നായിരുന്നു എക്സ്പ്ലനേഷൻ. അക്കയ്ക്ക് ഞാൻ ആദ്യം തന്നെ എന്റെയും സമിതിയുടെയും ഞങ്ങളുടെ എല്ലാം പേരിൽ നന്ദി പറയുന്നു. കൂടാതെ ഇന്നത്തെ ധ്യാന ശ്ലോകം ചൊല്ലിയ വസുമതി അക്ക, അതേപോലെ ഇന്നത്തെ ചാൻഡിങ് ഗൈഡൻസ് നൽകിയ ഗംഗാക്ക, യശോദാദേവിക്ക് നമ്മുടെ ഇതിനകത്ത് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും വളരെ ഭംഗിയായിട്ട് ഗൈഡൻസ് ചെയ്തു. അവർക്ക് രണ്ടുപേർക്കും ഞാൻ എൻ്റെ ഈ സമിതിയുടെയും പേരിൽ നന്ദി പറയുന്നു. കൂടാതെ ഇന്ന് റിപ്പീറ്റ് ചെയ്ത പ്രേമലത അക്ക, ഓമന അക്ക, ജയശ്രീ അക്ക, രാജലക്ഷ്മി അക്ക, പിന്നെ ബായ്ക്കപ്പിൽ നിന്ന പ്രീജിത അക്ക, എല്ലാവർക്കും നന്ദി. പിന്നെ ഇന്ന് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഈ സമിതിയുടെയും പേരിൽ നന്ദി പറയുന്നു.
പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ സുനീനാക്കാണ്. സുനീനാക്ക ഇപ്പൊ ഒന്നാമത്തെ ദശകം മുതൽ ഇപ്പം 94ാമത്തെ ദശകം വരെ മുടങ്ങാതെ എല്ലാ ദിവസവും വന്ന് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അക്കയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ നമ്മുടെ SPYSS സമിതിക്കും പ്രത്യേകം നന്ദി. അപ്പൊ നമുക്ക് നിവർന്നിരിക്കാൻ ലോകജന മന്ത്രം ചൊല്ലാം. ഹരിയും. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.